ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി, നമ്മുടെ ഈ മേഖലയുടെ ചാർജ് വഹിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ മൻസൂർ അലി ഖാൻ അവർകൾ, നമ്മുടെ ജില്ലയിലെ കോൺഗ്രസിൻ്റെ നേതാവ്, KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായ പ്രിയപ്പെട്ട മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ AP അനിൽകുമാർ അവർകൾ, പ്രിയപ്പെട്ട KPCCയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് അവർകൾ, KPCCയുടെ നമ്മുടെ ജില്ലയിൽ നിന്നുള്ള ജനറൽ സെക്രട്ടറി ശ്രീമതി ആലിപ്പറ്റ ജമീല അവർകൾ, UDFൻ്റെ ജില്ലാ ചെയർമാൻ പ്രിയപ്പെട്ട ശ്രീ PT അജയ് മോഹൻ അവർകൾ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് സീനിയർ കോൺഗ്രസ് നേതാവ് മുഹമ്മൂനി മാസ്റ്റർ, പ്രിയപ്പെട്ട KPCCയുടെ നേതാക്കന്മാർ പ്രിയപ്പെട്ട കരിയേട്ടൻ ശ്രീ ബാബുരാജ് അവർകൾ, ശ്രീ KP നൌഷാദ് അലി, മജീദ് ക ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഹരിദാസേട്ടൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, KPCC മെമ്പർമാർ, DCC ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, മണ്ഡലം പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, പോഷക സംഘടനാ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, ഈ കൺവെൻഷനിലേക്ക് കടന്നു വന്ന വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മുടെ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നമ്മൾ ആരംഭിച്ചിരിക്കുന്ന മിഷൻ 25 എന്ന സംഘടനാ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്ന പരിപാടിയുടെ ഒരു ഭാഗമായി ജില്ലയിലെ മുഴുവൻ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരുടെ ഒരു സംഗമം ആണ് നമ്മൾ ഇന്ന് വിളിച്ചു ചേർത്തുള്ളത്. അതോടൊപ്പം റംസാൻ മാസമായതിനാൽ ജില്ലയിലെ പ്രധാന നേതാക്കന്മാരെ ഒരുമിപ്പിച്ചുകൊണ്ട് അതിനോടനുബന്ധിച്ച് ഒരു സ്നേഹ ഇഫ്താർ സംഗമവും നമ്മൾ സംഘടിപ്പിച്ചിരിക്കുക. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു നിമിഷം പോലും നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല. ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒരു വിളിപ്പാട് അകലെ വന്നു നിൽക്കുകയാണ്. അതിന് തൊട്ട് പിറകെ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പും വരികയാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമുക്ക് വലിയ വിജയമാണ് ഉണ്ടായത്. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും ഇതുപോലെ സമാനമായ വിജയമുണ്ടായി. പക്ഷേ അതിൻ്റെ തൊട്ട് പിറകെ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നമുക്ക് ആ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം വന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും അപ്രതീക്ഷിതമായ പരാജയം നമുക്കുണ്ടായി. കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ്. ഒരു പ്രതിസന്ധി കാലമാണ്. നമ്മളെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച്, കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച്, രാജ്യത്തെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്ര കാലം അധികാരം അകലെയായിരുന്ന ഒരു ഭൂതകാലം നമ്മുടെ ഓർമ്മയിലില്ല. കേരളത്തിലും കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ട് 8 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. നമ്മളെ സംബന്ധിച്ച് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമുക്ക് തിരിച്ചു വന്നേ തീരൂ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയും പരിസരവും വിലയിരുത്തുന്ന എല്ലാവർക്കും അറിയാം, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എന്നൊക്കെ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അന്നൊക്കെ മാത്രമേ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് കേരളത്തിൻ്റെ ഇന്നലത്തെ ചരിത്രം നാളുകളിലേക്ക് വിരൽ ചൂണ്ടി നമ്മോട് പറയുന്നൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് നമ്മെ സംബന്ധിച്ച് അതിപ്രാധാന്യമുള്ളതാണ്. കേരളത്തിൽ അധികാരം തിരിച്ചു പിടിക്കാൻ, പിണറായി വിജയന്റെ ഭരണത്തെ കുഴിച്ചു മൂടാൻ, നമ്മൾ അധികാരത്തിലേക്ക് തിരികെ വരാൻ, പ്രതിസന്ധിയിൽ നിന്ന് കോൺഗ്രസിന്റെ പ്രതാപത്തിലേക്ക് നയിക്കാനുള്ള ഒരു ചവിട്ടുപടിയാണ് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ്. ആ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ നമുക്ക് താഴേ തട്ടിൽ സംഘടനാ സംവിധാനം ഉണ്ടാകണം. മാറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്നലകളിലൊക്കെ നമ്മളൊരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ നമ്മളൊരു ആശയം മുന്നോട്ട് വെച്ചാൽ, ഒരു പ്രമേയം മുന്നോട്ട് വെച്ചാൽ, ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചാൽ അതിലാകൃഷ്ടരായി ആളുകൾ നമുക്ക് വോട്ട് ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു ട്രെൻഡിനനുസരിച്ച്, രാഷ്ട്രീയപരമായി ഉണ്ടാവുന്ന ഒരു ഓളത്തിനനുസരിച്ച് നമുക്ക് തിരിച്ചു വരാൻ കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ സാധിക്കില്ല. നമുക്ക് ജയിക്കണമെങ്കിൽ താഴെ തട്ടിൽ നമുക്ക് സംഘടനാ സംവിധാനം ഉണ്ടാവണം. സംഘടനാ മിഷണറി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചു വരാൻ കഴിയൂ. ഇന്ന് കേരളത്തിൻ്റെ പ്രത്യേകമായ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ഇടതുപക്ഷം മാത്രമല്ല, മറുവശത്ത് BJPയും ശക്തിയാർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സംഘടനകളും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ജാഗ്രതയോടുകൂടി നമ്മുടെ സംഘടനാ പ്രവർത്തനത്തെ, മിഷണറിയെ നമ്മൾ താഴെത്തട്ടിൽ ചലിപ്പിക്കണം. നമ്മുടെ ഏറ്റവും വലിയ ഒരു പരിമിതി എന്ന് പറയുന്നത്, നമ്മളൊരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഒരു കേഡർ സംവിധാനത്തിൻ്റെ കെട്ടുപാടിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല. നമ്മളൊരാൾക്കൂട്ടമായി ആവേശത്തോടു കൂടി പ്രവർത്തിക്കുന്നവരാണ്. ആ ആവേശം തിരഞ്ഞെടുപ്പാകുമ്പോൾ 10 മടങ്ങ് ഇരട്ടിയായി മാറും. എല്ലാവരും അരയും തലയും മുറക്കി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങും. അതിനുശേഷം നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ മണ്ഡലം തലത്തിലും നിയോജകമണ്ഡലം തലത്തിലും ജില്ലാ തലത്തിലും കേന്ദ്രീകരിക്കപ്പെടും. താഴെത്തട്ടിൽ വാർഡ് തലത്തിലും ബൂത്ത് തലത്തിലും നമ്മുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും മഹാഭൂരിപക്ഷം സ്ഥലങ്ങളിലും നടക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമുള്ള ആ പ്രവർത്തനം പോരാ. നമുക്ക് 24 മണിക്കൂറും
മാസത്തിൽ ആഴ്ചയിൽ 7 ദിവസവും മാസത്തിൽ 30 ദിവസവും വർഷത്തിൽ 365 ദിവസവും വളരെ സജീവമായ, സക്രിയമായ, സചേതനമായ സംഘടനാ പ്രവർത്തനം താഴെ തട്ടിൽ നമുക്ക് നടത്തണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വാർഡ് തലത്തിൽ മിഷൻ 25 എന്ന് പറയുന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. അത് വളരെ സുദീർഘമായൊരു പദ്ധതിയായിരുന്നു. ജൂലൈ മാസത്തിൽ KPCCയുടെ മെഗാ ക്യാമ്പ് എക്സിക്യൂട്ടീവ് സുൽത്താൻ ബത്തേരിയിൽ വെച്ച് ചേർന്നു. അതിനുശേഷം നമ്മുടെ ജില്ലാ ക്യാമ്പ് പുലാമന്തോളിൽ വെച്ചാണ് നടന്നത്. പുലാമന്തോളിൽ ഈ ക്യാമ്പ് അനൗൺസ് ചെയ്തപ്പോൾ ആദ്യം നമുക്ക് മാറ്റിവെക്കേണ്ടി വന്നു. രണ്ടാം നമ്മൾ ആ ക്യാമ്പ് അവിടെ നടത്തി. അതിനുശേഷം 110 മണ്ഡലം കോൺഗ്രസ് ക്യാമ്പുകൾ വളരെ മനോഹരമായി അച്ചടക്കത്തോടുകൂടി നമുക്ക് മലപ്പുറം ജില്ലയിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. പക്ഷേ ആ മണ്ഡലം ക്യാമ്പുകൾക്ക് ശേഷം നമ്മൾ പറഞ്ഞ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരണം നമുക്ക് വേണ്ടത്ര നമ്മുടെ ജില്ലയിൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്ന വിശ്വാസം എനിക്ക് ഇല്ല എന്ന് തുറന്നു പറയാൻ ഈ അവസരം വിനിയോഗിക്കുക. ആ മിഷൻ 25ന്റെ മണ്ഡലം ക്യാമ്പുകൾ കഴിഞ്ഞ് നമ്മൾ വാർഡ് തലത്തിലുള്ള കമ്മിറ്റികളുടെ രൂപീകരണത്തിലേക്ക് അതിവേഗം നീങ്ങുന്ന സന്ദർഭത്തിലാണ് ഈ ജില്ലയിലെ 2267 വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾക്കുള്ള മിനിറ്റ്സ് ബുക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേരിട്ടടിച്ച് അത് മണ്ഡലം തലങ്ങളിൽ എത്തിച്ച് ആ മിനിറ്റ്സ് ബുക്ക് വെച്ചുകൊണ്ടുള്ള മീറ്റിങ്ങുകൾ വിളിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിലാണ് വളരെ അവിചാരിതമായി വയനാട് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പ് വന്നത്. നമ്മളുടെ എല്ലാ ശ്രദ്ധയും ഉപതെരഞ്ഞെടുപ്പിന്റെ പിന്നാലെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ രൂപീകരണം അത് വളരെ മുമ്പ് നടത്തി. ഈ വാർഡ് പ്രസിഡന്റുമാരുടെ സംഗമം വളരെ നേരത്തെ നടത്തേണ്ടതായിരുന്നു. വളരെ വൈകിയാണ് വാർഡ് പ്രസിഡന്റുമാരുടെ സംഗമം നമ്മൾ വിളിച്ചു ചേർത്തത്. റംസാൻ മാസമാണ്. ആ റംസാൻ മാസത്തിൽ ഇത് വിളിച്ചു ചേർക്കേണ്ടി വന്നത് ഇതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. ഡീലിമിറ്റേഷൻ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആക്ഷേപങ്ങളും പരാതികളും ബോധിപ്പിച്ചിരിക്കുകയാണ്. വാർഡ് വിഭജനത്തിൽ ക്രിയാത്മകമായി ഇടപെടാൻ ഡീലിമിറ്റേഷൻ കമ്മിറ്റികൾക്ക് നമ്മൾ രൂപം നൽകിയിരുന്നു. ആ വാർഡ് വിഭജനത്തിന് ശേഷം നമ്മൾ അത് കാത്തു നിൽക്കാതെ നിലവിലുള്ള വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ വെച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരാണ് ഇവിടെയുള്ളത്. നമ്മളെ സംബന്ധിച്ചടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കണമെങ്കിൽ വോട്ടർ പട്ടികയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആയുധം. ഒരു വാർഡിൽ ഒരു ബൂത്തിൽ മഹാഭൂരിപക്ഷം UDFന്റെ ആളുകൾ ഉണ്ടായതുകൊണ്ട് നമുക്കൊരു പ്രയോജനവുമില്ല. അവരുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ, വോട്ടർ പട്ടികയിൽ നമുക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയൂ. അതുകൊണ്ട് കുറ്റമറ്റ ഒരു വോട്ടർ പട്ടികയാണ് നമ്മുടെ ആയുധം. തിരഞ്ഞെടുപ്പിൽ നമ്മുടെ വോട്ടർ പട്ടിക പുതുക്കുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ട് ചേർക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടി വോട്ട് ചേർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ 16 നിയോജകമണ്ഡലങ്ങളിൽ നാമമാത്രമായ സ്ഥലത്താണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെടുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഞങ്ങൾ UDFന്റെ നേതാക്കന്മാർ അവിടെ UDF ആയി 2 തവണ യോഗം ചേർന്ന് അവിടെ വോട്ടർ പട്ടികയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. 10,000-ഓളം വോട്ട് നിലമ്പൂരിൽ ചേർന്നതിൻ്റെ ഒരു കണക്കുണ്ട്. ബാക്കി എല്ലാ നിയോജകമണ്ഡലങ്ങളിലും ശരാശരി 200-ഓളം വോട്ട് മാത്രമാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ആദ്യം എടുക്കേണ്ടുന്ന തീരുമാനം, എൻ്റെ പ്രദേശത്ത് കുറ്റമറ്റ ഒരു വോട്ടർ പട്ടിക, നമ്മുടെ മുഴുവൻ ആളുകളെയും ആളുകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ഒരു വോട്ടർ പട്ടിക നമ്മുടെ പ്രദേശത്ത് ഉണ്ടാക്കും എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ പ്രവർത്തനവുമായി നമുക്ക് മുന്നോട്ട് പോകണം. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ പഴുതടച്ച ഒരു വോട്ടർ പട്ടിക നമുക്ക് ഉണ്ടാവണം. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി BJP ഒക്കെ കൃത്രിമമായി വോട്ടർ പട്ടികയിൽ അവർ കൃത്രിമത്വം കാണിച്ചാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ വിജയിച്ചിട്ടുള്ളത്. നിങ്ങൾ തൃശ്ശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിച്ചത് നിങ്ങൾക്കറിയാം. പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലും ആലത്തൂർ മണ്ഡലത്തിലും പാലക്കാട് മണ്ഡലത്തിലും ചാലക്കുടി മണ്ഡലത്തിലുള്ള ആളുകളെ കൃത്രിമമായി അവിടെ കൊണ്ടുപോയി അവിടെ വാടക വീടുകൾ കേന്ദ്രീകരിച്ച്, ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് 10,000-കണക്കിന് വോട്ടുകൾ അവിടെ കൃത്രിമമായി ചേർത്താണ് BJP തൃശ്ശൂരിൽ വിജയിച്ചത്. പാലക്കാട് ബൈ ഇലക്ഷൻ വന്നപ്പോൾ CPM-ഉം ഇതേ തന്ത്രം പയറ്റാനുള്ള ശ്രമം നടത്തി. പക്ഷെ നമുക്കത് നേരത്തെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു, പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞു. CPM-നെ സംബന്ധിച്ച്, BJP-യെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ അവർ ചെയ്തിട്ടുള്ളതാണ്. ഒരേ വ്യക്തിക്ക് 2 വാർഡിൽ വോട്ടാണ്, 3 വാർഡിൽ വോട്ടാണ്. ഈ കൃത്രിമത്വം, വോട്ടർ പട്ടികയിലുള്ള കൃത്രിമത്വം നമ്മൾ കണ്ടുപിടിച്ച് കൃത്യമായ ഡിലീഷൻ പ്രക്രിയയിൽ സമയബന്ധിതമായി നമ്മൾ ഇടപെടേണ്ടുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അതുകൊണ്ട് വോട്ടർ പട്ടിക ശുദ്ധീകരണമാണ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ ഏറ്റെടുക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നമ്മൾ വാർഡ് തലത്തിൽ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാത്മാഗാന്ധി കുടുംബ സംഗമം എന്ന പേരിൽ ജനുവരി മാസത്തിൽ പൂർത്തിയാക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ജനുവരി മാസത്തിൽ നമ്മൾ വാർഡ് സംഗമങ്ങൾ ആരംഭിച്ച് അത് പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ KPCC നമുക്ക് വീണ്ടും സമയം നൽകിയിട്ടുണ്ട്. ഏപ്രിൽ മാസം വരെ നമ്മുടെ ജില്ലയിൽ വാർഡ് തലത്തിലുള്ള കുടുംബ സംഗമം എല്ലാ വാർഡിലും നടത്താൻ
ആ തീരുമാനം നമ്മൾ എടുക്കണം. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ അതിന് മുൻകൈ എടുക്കണം. പലപ്പോഴും നമുക്ക് താഴെത്തട്ടിൽ വാർഡ് തലത്തിലുള്ള സമ്മേളനങ്ങൾ കുടുംബസംഗമം വിളിച്ചു ചേർത്ത് അത് വിജയിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം. ചില മണ്ഡലങ്ങൾ വളരെ മാതൃകാപരമായി, ഇപ്പൊ എടക്കര മണ്ഡലം വളരെ കൃത്യമായി 2 ആഴ്ച കൊണ്ട് ആ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും വളരെ നല്ല പങ്കാളിത്തത്തോടുകൂടി കുടുംബസംഗമം, മഹാത്മാഗാന്ധി കുടുംബസംഗമം പൂർത്തീകരിച്ച നമ്മുടെ പാർട്ടിയിലേക്ക് പുതിയ ആളുകളെ കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്ന ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു സംഘടനാ പരിപാടിയാണ് കുടുംബസംഗമം എന്ന് പറയുന്നത്. വാർഡ് തലത്തിൽ കുടുംബസംഗമം നമ്മൾ വിളിക്കണം. അതൊരു പാർട്ടി പരിപാടിയായി മാറരുത്. ആ വാർഡിലെ 10 കോൺഗ്രസ്സുകാർ മാത്രം പങ്കെടുത്ത് നമ്മുടെ പാർട്ടിയിലേക്ക് പുതിയ ആളുകൾ വരുന്നത്, പുതിയ ആളുകളെ നമ്മളതൊരു സാംസ്കാരിക പരിപാടിയായി മാറ്റി ഒരു രാഷ്ട്രീയ പരിപാടിയായി കേവലം ഒരു പ്രസംഗം നടത്തി പിരിയുന്ന ഒരു സംഗമമായി ഒരു കുടുംബസംഗമത്തെ മാറ്റരുത്. മറിച്ച് ആ പ്രദേശത്തെ ഏറ്റവും മിടുക്കരായ പ്രതിഭാശാലികളായ വിദ്യാർത്ഥികളെ അവിടേക്ക് വിളിക്കണം, അവർക്ക് അവാർഡുകൾ കൊടുക്കണം, അവരെ ആദരിക്കണം. ഏറ്റവും നന്നായി പാട്ട് പാടുന്ന കുട്ടിയുണ്ടാവും, ആ കുട്ടിക്ക് അവിടെ പാട്ട് പാടാൻ അവസരം കൊടുക്കണം. നിങ്ങളുടെ പ്രദേശത്ത് ഏറ്റവും നന്നായി പ്രസംഗിക്കാൻ കഴിയുന്ന കുട്ടിയുണ്ടാവും, അവർക്ക് പ്രസംഗിക്കാനുള്ള അവസരം കൊടുക്കണം. അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം നിങ്ങൾ കൊടുക്കുമ്പോൾ ആ കുട്ടികൾ മാത്രമല്ല, ആ കുട്ടികളുടെ മാതാപിതാക്കൾ നമ്മുടെ പരിപാടിയിലേക്ക് വരും. അങ്ങനെ സാംസ്കാരിക പരിപാടിയായി അതോടൊപ്പം തന്നെ ആളുകളെ ആ വാർഡുകളിൽ പ്രതിഭകളുണ്ട്, നല്ല കർഷകരുണ്ട്, വന്ധ്യവയോധികരായ വയോജനങ്ങളുണ്ട്, അവർക്കൊക്കെ ആദരവും അംഗീകാരവും കൊടുക്കുന്ന സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് വരുന്ന ആളുകളുണ്ട്, എന്തെങ്കിലുമൊക്കെ നേട്ടം നേടുന്ന നല്ല കർഷകരുണ്ടാവും. അവരെയൊക്കെ തെരഞ്ഞു പിടിച്ച് നമ്മുടെ വാർഡ് സമ്മേളനത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മളവരെ ആദരിച്ചു കഴിഞ്ഞാൽ ആ പരിപാടിയിലേക്ക് പുതിയ ആളുകൾ വരും. ആ കുടുംബസംഗമത്തിൽ ഒരു 10 മിനിറ്റ് നമ്മൾ കോൺഗ്രസിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ സ്റ്റഡി ക്ലാസ്സും കൊടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസ് എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള വളരെ കൃത്യമായ ആശയം താഴെ തട്ടിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് താഴെ തട്ടിൽ വാർഡ് തലത്തിൽ നമ്മൾ പുതിയ ആളുകളെ നമ്മുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ ഏറ്റവും വലിയൊരു പരാധീനത, പോരായ്മ എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടി പരിപാടിയിൽ സ്ഥിരം മുഖങ്ങളാണ്. പുതിയ മുഖങ്ങൾ നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വരണം, പുതിയ ആളുകളെ നമ്മൾ പാർട്ടിയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ മാത്രമേ നമ്മുടെ പാർട്ടിയുടെ അടിത്തറ നമുക്ക് വിപുലപ്പെടുത്തിയെടുക്കാൻ കഴിയൂ. നമ്മുടെ പാർട്ടിയിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ ആകെയുള്ളത് ജവഹർ ബാലബെഞ്ചും KSUമാണ്. പിന്നെയുള്ളത് നമ്മുടെ KSSP എന്ന് പറയുന്ന പെൻഷനേഴ്സിന്റെ സംഘടനയാണ്. അതുകൂടാതെ പുതിയ ആളുകളെ നമ്മുടെ പാർട്ടിയിലേക്ക് റിക്രൂട്ട് ചെയ്യണം. എല്ലാവരും കോൺഗ്രസിലേക്ക് കടന്നു വരാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എല്ലാ ആളുകൾക്കും കോൺഗ്രസിന് ഇഷ്ടമാണ്. ഇന്ന് ഈ രാജ്യത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് കോൺഗ്രസ്സാണ്. ഈ രാജ്യത്തെ മതേതര വിശ്വാസികളുടെ ഏക പ്രത്യാശ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവാണ്. ഈ രാജ്യത്ത് ഒരു കോർപ്പറേറ്റിനും വിലക്കെടുക്കാൻ കഴിയാത്ത കരുത്തനായ നേതാവാണ്. എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന നേതാവാണ്. തീരുമാനം എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുക മാത്രമല്ല, താൻ വിശ്വസിക്കുന്ന ആശയത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ മടിയില്ലാത്ത നേതാവാണ്. കന്യാകുമാരി മുതൽ കശ്മീർ വരെ അദ്ദേഹം നടന്നു നീങ്ങിയത് 4000 കിലോമീറ്ററാണ്. മണിപ്പൂർ മുതൽ മുംബൈ വരെ അദ്ദേഹം സഞ്ചരിച്ചത് 10000 കിലോമീറ്ററാണ്. ഇന്ന് വരെ ലോക ചരിത്രത്തിൽ ഇത്രയേറെ ത്യാഗനിർഭരമായ പരിപാടി ഏറ്റെടുത്തൊരു രാഷ്ട്രീയ നേതാവില്ല, പകരക്കാരനില്ല. അങ്ങനെ ചരിത്രത്തിൽ എവിടെയും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത അത്ര ത്യാഗനിർഭരമായ പ്രവർത്തനം നടത്തിയ രാഹുൽ ഗാന്ധിയെ ഈ നാട്ടിലെ ജനങ്ങൾ സ്നേഹിക്കുകയാണ്. കോൺഗ്രസിനെ ഈ നാട്ടിലെ ആളുകൾ ഇഷ്ടപ്പെടുകയാണ്. അവർക്ക് കോൺഗ്രസിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മൾ വാതിൽ തുറന്നു കൊടുക്കണം, ആളുകളെ ക്ഷണിക്കണം, അവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ പാർട്ടിയുടെ ബഹുജന അടിത്തറ നമ്മൾ ശക്തിപ്പെടുത്തണം. അത് മണ്ഡലം കമ്മിറ്റി വിചാരിച്ചാൽ നടക്കില്ല, വാർഡ് തലത്തിലാണ് നമ്മൾ ശക്തിപ്പെടുത്തേണ്ടത്. നമ്മൾ വീടുകളിലേക്ക് ചെല്ലണം. നമ്മൾ വാർഡുകളിൽ നിന്ന് മണ്ഡലത്തിലേക്ക് ചുരുങ്ങുകയാണ്, നമ്മൾ ബൂത്തുകളിൽ നിന്ന് മണ്ഡലത്തിലേക്ക് ചുരുങ്ങുകയാണ്. CPM-ഉം BJP-യും വാർഡുകളിലേക്ക് പോവുകയാണ്, വീടുകളിലേക്ക് പോവുകയാണ്, വ്യക്തികളിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ മണ്ഡലം തലത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്നവരാണ്. നമുക്ക് മണ്ഡലം തലത്തിലെ സജീവത ഇനി വാർഡ് തലത്തിൽ ഉണ്ടാവണം. വാർഡ് തലത്തിൽ പ്രകടനങ്ങളും പരിപാടികളും നടക്കണം, കുടുംബസംഗമങ്ങൾ നടക്കണം. വാർഡുകളിൽ നിന്ന് അത് വീടുകളിലേക്ക് പോകണം, വീടുകളിൽ നിന്ന് വ്യക്തികളിലേക്ക് പോകണം, വ്യക്തി കേന്ദ്രീകൃതമായ പരിപാടികളിലേക്ക്, ആശയപ്രചരണത്തിലേക്ക് പോകണം. സോഷ്യൽ മീഡിയയുടെ കാലമാണ്. എല്ലാ വാർഡുകളിലും കൃത്യമായ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവണം. ഇവിടെ വാർഡ് പ്രസിഡന്റുമാർക്ക് കൃത്യമായൊരു മാർഗരേഖ നമ്മൾ എല്ലാ പ്രസിഡന്റുമാർക്കും നൽകുന്നുണ്ട്. KPCC നൽകിയിട്ടുള്ള ഒരു മാർഗരേഖയാണ്. ഓരോ വാർഡിലും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ മാർഗരേഖയാണ്. ഇന്ന് ആശയപ്രചരണത്തിന്റെ പ്രതലവും അതിന്റെ പ്ലാറ്റ്ഫോമും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പരമ്പരാഗതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗവും വീട് കയറുള്ള പ്രചരണവും ഒക്കെ പരിമിതമാണ്. ഇന്ന് സോഷ്യൽ മീഡിയ വഴി, നവമാധ്യമങ്ങൾ വഴി ആശയങ്ങൾ രൂപപ്പെടുത്തി അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് നവമാധ്യമങ്ങളാണ് പുതിയ തലമുറയെ സ്വാധീനിക്കുന്നത്. അവിടെ നമ്മുടെ സാന്നിധ്യം ഉണ്ടാവണം.
കൃത്യമായി നന്നായി എഴുതാൻ കഴിയുന്ന ആളുകൾ കൃത്യമായ നരേറ്റീവുകൾ ഉണ്ടാക്കണം, നല്ല പോസ്റ്റുകൾ ഉണ്ടാക്കണം, നല്ല കണ്ടന്റുകൾ ഉണ്ടാക്കണം. പരസ്യമായി നമുക്ക് രാഷ്ട്രീയ പ്രചരണം നടത്താൻ കഴിയാത്ത ഇടത്ത് കോൺഗ്രസിനെ പരോക്ഷമായി സഹായിക്കാൻ കഴിയുന്ന ഒരുപാട് കണ്ടന്റുകളുണ്ട്. അത് കൃത്യമായി നമുക്ക് റെസിഡൻസ് അസോസിയേഷന്റെ ഗ്രൂപ്പുകളുണ്ട്, അലുമിനി അസോസിയേഷന്റെ ഗ്രൂപ്പുകളുണ്ട്. വാർഡ് തലത്തിലുള്ള അത്തരത്തിലുള്ള ഗ്രൂപ്പുകളിലേക്ക് നമുക്ക് കൃത്യമായി നമ്മുടെ സന്ദേശങ്ങൾ എത്തിക്കാൻ കഴിയണം. അങ്ങനെ നവമാധ്യമങ്ങളിലൂടെ ഉള്ള പ്രവർത്തനം നമ്മൾ ശക്തിപ്പെടുത്തണം. 5 വർഷം കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പോസ്റ്റർ ഉണ്ടാവില്ല, ബോർഡ് ഉണ്ടാവില്ല. തിരഞ്ഞെടുപ്പ് പോലും വോട്ടിംഗ് പോലും ഓൺലൈൻ ആയി മാറാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. ഒരു 15 വർഷം കഴിഞ്ഞാൽ പോളിംഗ് ബൂത്തിൽ പോയി ആളുകൾ വോട്ട് ചെയ്യില്ല. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതും പ്രചരണം നടത്തുന്നതും ഒക്കെ സൈബർ ഇടത്തിലാവും. വോട്ടിങ്ങും സൈബർ ഇടത്തിൽ ഓൺലൈൻ ആയിട്ടായിരിക്കും. അതുകൊണ്ട് ആ മേഖലയിൽ നമ്മുടെ പ്രവർത്തനം കാര്യക്ഷമമായി വാർഡ് തലത്തിൽ നമ്മളത് വ്യാപിപ്പിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ്. അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള മാർഗരേഖയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് കേവലം മുദ്രാവാക്യം മുഴക്കൽ മാത്രമല്ല, സമരങ്ങൾ നടത്തൽ മാത്രമല്ല, സേവന പ്രവർത്തനവും. ആളുകളെ സംബന്ധിച്ച് അവന്റെ രാഷ്ട്രീയം, അവൻ വോട്ട് കൊടുക്കുന്നത് അവന്റെ രാഷ്ട്രീയത്തിനനുസരിച്ചല്ല. അവൻ വോട്ട് കൊടുക്കുന്നത് രാഷ്ട്രീയം അവന്റെ പോക്കറ്റിലാണ്. വോട്ട് കൊടുക്കുന്നത് തന്റെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധിയിൽ, തന്റെ വേദനയിൽ, യാതനയിൽ തനിക്ക് താങ്ങായി തണലായി നിൽക്കുന്നത് ആരാണ്, അവരെ സഹായിക്കുക, അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ആളുകളെ സംബന്ധിച്ച് അവരുടെ വോട്ട് കൊടുക്കുന്നതിനുള്ള മാനദണ്ഡമാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സേവന പ്രവർത്തനമാണ്, സന്നദ്ധ പ്രവർത്തനമാണ്, സാന്ത്വന പ്രവർത്തനമാണ്. ഒരു വാർഡിൽ നമ്മൾ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിച്ച് കൊണ്ടുവന്ന് നമ്മൾ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ ആരും വോട്ട് ചെയ്യില്ല. ആ 5 വർഷവും ആ വാർഡിലെ ഓരോ വീടുകളുമായി നമുക്ക് ബന്ധമുണ്ടാവണം. അവിടെ ആളുകൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ ഓടിച്ചെല്ലണം. മരണ വീട്ടുകളിൽ സാന്ത്വനമായി കടന്നു ചെല്ലാൻ, കല്യാണ വീട്ടുകളിൽ സാന്നിധ്യമായി ഓടിച്ചെല്ലാൻ നമുക്ക് കഴിയണം. അവിടെ പച്ചക്കറി കിറ്റുകൾ എത്തിച്ചു കൊടുക്കണം. അരി ഇല്ലാത്തവരുടെ വീട്ടിലേക്ക് അരി എത്തിച്ചു കൊടുക്കണം. കുരയില്ലാത്തവർക്ക് കുരയായി മാറണം. ഭക്ഷണം ഇല്ലാത്തവരുടെ മുമ്പിലേക്ക് അപ്പമായി കടന്നു ചെല്ലണം. വിദ്യാസഹായം ഇല്ലാത്തതിന്റെ പേരിൽ പഠനം മുടങ്ങിക്കിടക്കുന്ന കുട്ടികളെ വിദ്യാഭ്യാസ പരത്തിൽ സഹായിക്കാൻ കഴിയണം. രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ കഴിയണം. അങ്ങനെ സേവന, സന്നദ്ധ, സാന്ത്വന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാതെ ഇനിയുള്ള കാലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് വാർഡ് തലത്തിൽ ഇത്തരത്തിലുള്ള പുതിയ കാലത്തെ പ്രവർത്തന രീതി ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. വാർഡ് തലത്തിൽ കോൺഗ്രസിന്റെ മുഖമെന്ന് പറയുന്നത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. രാഹുൽ ഗാന്ധി ഇഷ്ടപ്പെട്ടതുകൊണ്ട് ആരും കോൺഗ്രസിലേക്ക് വരില്ല. വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ പ്രതിച്ഛായ, നിങ്ങളുടെ സംഘടനാ പ്രവർത്തന രീതി ഒക്കെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ കോൺഗ്രസിലേക്ക് ആളുകൾ കടന്നു വരൂ. അതുകൊണ്ട് ആളുകളെ കാന്തം പോലെ നമ്മുടെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തന ശൈലി വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തകന്മാർ ഉണ്ടാക്കിയെടുത്ത് നമ്മൾ ഈ ഹാളിൽ തിങ്ങിക്കൂടിയിരിക്കുന്ന 2500ഓളം ആളുകൾ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ കോൺഗ്രസിനെ നന്നാവാൻ, ഒരു കോൺഗ്രസ്സുകാരനായ ഞാൻ നന്നാവും. മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ തിരുവനന്തപുരത്തേക്ക് നോക്കുമ്പോൾ പ്രയാസമാണ്, ഡൽഹിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പ്രശ്നമാണ്, എല്ലായിടത്തും അധികാരം നഷ്ടപ്പെടുകയാണ്, ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പാർട്ടി നന്നാവണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ച് അങ്ങനെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതിന് പകരം നമ്മൾ നന്നാവുക. ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ വ്യക്തിപരമായി നമ്മളിൽ അർപ്പിക്കപ്പെട്ട ദൗത്യം സമയബന്ധിതമായി നമ്മൾ ഏറ്റെടുത്ത് കൃത്യമായി നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ, ഈ ഹാളിലെ മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജില്ലയിലെ കോൺഗ്രസിന്റെ മേൽവിലാസത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒന്നായി ഈ വാർഡ് പ്രസിഡന്റുമാരുടെ സംഗമം മാറട്ടെ. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച വിജയം കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളും വിജയിച്ചു വരണം. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കെട്ടുറപ്പോടുകൂടിയുള്ള പ്രവർത്തനം ഈ ജില്ലയിൽ നടന്നു വരികയാണ്. അതിന് കരുത്തു പകരണം. നമുക്ക് നല്ല രീതിയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമല്ല നമ്മുടെ പ്രവർത്തനം നടത്തേണ്ട, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ, സുദീർഘമായ ആ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തി ഇനി 5-6 മാസങ്ങളുണ്ട്. അതിൽ നമുക്ക് കടന്ന് ഉജ്ജ്വലമായ വിജയം കൈവരിക്കണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണം. അതോടൊപ്പം ഒരു ഉപതെരഞ്ഞെടുപ്പ് നമ്മുടെ ജില്ലയിൽ നിലമ്പൂരിൽ നമുക്കൊരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് 4 സീറ്റാണ്. ആ 4 സീറ്റും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ നമുക്ക് വിജയിച്ചെടുക്കണം. 16 സീറ്റിലും മലപ്പുറം ജില്ലയിൽ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിന് കോൺഗ്രസ്സുകാർ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി, പ്രത്യേകിച്ച് പൊന്നാനി, തവനൂര്, നിലമ്പൂർ മേഖലയിലെ പ്രവർത്തകന്മാർ വളരെ ജാഗ്രതയോടുകൂടി നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം. പരാതി പറഞ്ഞിട്ടും പരിവവും പറഞ്ഞിട്ടും കാര്യമില്ല. അവസരങ്ങൾ വരുമ്പോൾ കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയിച്ചു വരും.
കഴിയും. ജനങ്ങൾ നമ്മളോടൊപ്പമാണ്. നിലമ്പൂർ നിയമസഭ ഉപതെരഞ്ഞെടുപ്പ് ഈ ജില്ലയിൽ കോൺഗ്രസിന് വലിയ ഒരാവേശവും ഉന്മേഷവും, ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ വലിയ ഒരാവേശം നൽകുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കും. ആ തിരഞ്ഞെടുപ്പിൽ ഈ ജില്ലയിൽ കോൺഗ്രസിന്റെ സംഘടനാപരമായ മുഴുവൻ ശക്തിയും സമാഹരിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണം. അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആ ഉത്തരവാദിത്തങ്ങൾ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് വളരെ സജീവമായി നാളുകളിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ നിങ്ങൾ ഒരു മനസ്സോടുകൂടി രംഗത്ത് വരണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ ചടങ്ങിൽ സംസാരിക്കുന്നതിന് വേണ്ടി അഭിവന്ദനായ AICCയുടെ നമ്മുടെ ഈ മേഖലയുടെ ചാർജ് വഹിക്കുന്ന AICCയുടെ ഇൻചാർജ് മൻസൂർ അലി ഖാൻ, പ്രിയപ്പെട്ട കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ സമ്മന്നതനായ നേതാവാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. I would like to welcome Mr. Mansoor Ali Khan, AICC in charge. I would like to invite Mr. Mansoor Ali Khan to address the gathering.